ഓം ശാന്തി. ഇത് ആർക്കും ചെയ്യാവുന്ന ഏറ്റവും സരളമായിരിക്കുന്ന ഒരു മെത്തേഡാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നത്. നമ്മുടെ സ്വപ്നങ്ങളെ ആകർഷിക്കാൻ വേണ്ടി നമ്മുടെ ഉറങ്ങുന്ന സമയത്ത് ഉപയോഗിക്കാമെങ്കിലോ അത് വളരെ നല്ല കാര്യമല്ലേ? ആ ഒരു ടെക്നിക്ക് തന്നെയാണ് സിസ്റ്റർ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. അതിന് കുറച്ച് കാര്യങ്ങൾ ഉറങ്ങും മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നോർമൽ ലൈഫിൽ എല്ലാ മനുഷ്യന്മാരും ഇപ്പോഴത്തെ ഒരു 90% ആളുകളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ആ ടെൻഷൻ ഉണ്ടാവും, ഈ ടെൻഷൻ ഉണ്ടാവും, ആ ജോലി തീർന്നിട്ടില്ല, ഈ ജോലി തീർന്നിട്ടില്ല, അവർ പറഞ്ഞ കാര്യം, ഇവർ പറഞ്ഞ കാര്യം, ആ പ്രോബ്ലം, ഈ പ്രോബ്ലം, ഇതൊന്നും ഇല്ലാത്ത ആരുമില്ല. അതുകൊണ്ട് ദിവസം മുഴുവനുള്ള സമയവും നിങ്ങൾ ആ പ്രശ്നം, ഈ പ്രശ്നം, ആ കാര്യം, ഈ കാര്യത്തിലാണ് നിങ്ങളുടെ സമയം ചെലവഴിക്കുന്നതെങ്കിൽ ഉറക്കം കൂടി ടൂ മച്ച് ഡിസ്റ്റർബ്ഡ് ആയിരിക്കും, അല്ല യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് പകൽ സമയത്ത് കുറച്ച് ശ്രദ്ധിക്കുന്നവർക്ക് മാത്രമാണ് അവരുടെ ഉറക്കത്തെ സുഖകരമാക്കാൻ സാധിക്കുള്ളൂ. ഈ ഉറക്കം എന്നത് ആരോഗ്യത്തിനും സന്തോഷത്തിനും മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആരോഗ്യത്തിന് ഒരുപോലെ ആവശ്യമായൊരു ഘടകമാണ്. അതുകൊണ്ട് സുഖനിദ്ര നല്ല ആരോഗ്യത്തിന് ഒന്നാമത്തെ ഘടകമാണ്. പക്ഷേ ഈ സുഖനിദ്ര നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പകൽ സമയത്ത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ലൈഫിൽ സംഭവിച്ചാൽ പോട്ടെ എന്ന് വെക്കാനൊരു സ്വഭാവം ഉണ്ടല്ലോ. എന്ത് സംഭവിച്ചാലും കഴിഞ്ഞില്ലേ വിട്ടേക്ക് എന്ന് പറയുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് വളരെ വലിയ ഒരു ബ്ലെസ്സിങ് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വിഷമം, അതിൻ്റെ ഇറിറ്റേഷൻ, അതിൻ്റെ മൂഡ് ഓഫ് അതൊരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു കാര്യം രാവിലെ സംഭവിച്ചാൽ രാത്രി വരെ അന്നത്തെ ഫുൾ മൂഡ് നിങ്ങൾക്ക് ഓഫായിരിക്കും. റീസൺ എന്താണ്? രാവിലെ ഇങ്ങനൊരു കാര്യം ഉണ്ടായി, ആ കാര്യത്തിൻ്റെ മൂഡും കൊണ്ട് ആ എനർജിയും കൊണ്ട് ഈ ഒരു സ്ഥലത്തേക്ക് പോയി, ആ നെഗറ്റീവ് എനർജിയും കൊണ്ടുള്ള യാത്ര അവിടെ എത്തുമ്പോഴും നെഗറ്റീവ്, അത് കുറച്ചും കൂടെ നെഗറ്റീവാക്കി മാറ്റി അടുത്ത സ്ഥലത്തെത്തുമ്പോൾ അതിനേക്കാൾ കുറച്ചും കൂടെ ഇങ്ങനെ നിങ്ങളുടെ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രാത്രി നിങ്ങൾ ഉറങ്ങാൻ കിടന്നാലും നിങ്ങളുടെ മനസ്സ് ശാന്തമായി ഉറങ്ങാൻ സമ്മതിക്കുകയില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് നെഗറ്റീവിനെ മാത്രം അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും ഇങ്ങനെ കാര്യങ്ങൾ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ആ ഒരു ഫീലിങ്ങിനെ, ആ ഒരു നെഗറ്റീവ് ഇമോഷൻസിനെ കണ്ടിന്യൂ ചെയ്യുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ വളരെ വൈകാതെ അവർ ശാരീരികമായിട്ട് രോഗിയുമായി തീരുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് പേടിക്കാതിരിക്കാൻ, നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഫുൾ സ്റ്റോപ്പ് ഇടാൻ വേണ്ടി കൊണ്ട് പറയുന്നതാണ്. എന്തെങ്കിലും ഒരു കാര്യം എവിടെയെങ്കിലും സംഭവിച്ചാൽ പോട്ടെ, ഫുൾ സ്റ്റോപ്പ് ഇട്ടേക്ക്. ഇനി അഥവാ നിങ്ങൾക്ക് അത് വിട്ട് കളയാൻ പറ്റുന്നില്ല, മനസ്സിൽ കണ്ടിന്യൂ ചെയ്യുകയാണോ, പല ടെക്നിക്ക് സിസ്റ്റർ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. 1 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യാം, ഭഗവാന്റെ അടുത്ത് പറയാം, ഈശ്വരനൊരു കത്ത് എഴുതി കൊടുത്തോണ്ട് വിശദമായിട്ടൊന്നും എഴുതണ്ട. ഒരു ഉദാഹരണം പറഞ്ഞാൽ, എന്നൊരാൾ ഭയങ്കരമായിട്ട് മുറിവേൽപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചു, അതെൻ്റെ മനസ്സിൽ കിടന്ന് കറങ്ങുകയാണ്. ഉടനൊരു പേപ്പർ എടുത്തിട്ട്, എൻ്റെ പ്രിയപ്പെട്ട ഭഗവാന്, ഇവൾ എന്നോട് ഇക്കാര്യം പറഞ്ഞത് എനിക്ക് താങ്ങാനാവുന്നില്ല, എൻ്റെ ഉള്ളിൽ ഭയങ്കരമായ സങ്കടം വരുന്നു, എനിക്ക് കരച്ചിൽ വരുന്നു, എനിക്ക് താങ്ങാനാവുന്നില്ല, അല്ലെങ്കിൽ ദേഷ്യം വരുന്നു, നിരാശ വരുന്നു, എന്താണെന്ന് വെച്ചാൽ 2, 3, 4, 5 വരി കുത്തി കുറിച്ചോ, ആ പേപ്പർ കീറി അങ്ങ് നിങ്ങൾ കളഞ്ഞോ. വേറെ എവിടെയും കളയാൻ സ്ഥലമല്ലേ, ബാത്റൂമിൽ ഇട്ട് ഫ്ലഷ് ചെയ്ത് കളഞ്ഞോ, കത്തിക്കാനൊന്നും നിങ്ങൾക്ക് പോകാൻ പറ്റില്ലേ, വേസ്റ്റ് ബോക്സിൽ വായിക്കാൻ പറ്റാത്ത വിധത്തിൽ കുഞ്ഞി കഷ്ണങ്ങളാക്കി കീറി മുറിച്ച് വേസ്റ്റ് ബോക്സിൽ അങ്ങ് ഇട്ടോ, എന്നാലും കുഴപ്പമില്ല. നോക്കിക്കോ, നിങ്ങൾ 1 മിനിറ്റ് സമയം മാത്രം എഴുതിയാൽ മതിയാവും, നിങ്ങളുടെ മനസ്സിലെ ഭാരം കുറയ്ക്കാൻ പറ്റും. ഏതെങ്കിലും ഒരു വഴി ഉപയോഗിച്ചേ പറ്റൂ. ഒരു സ്ഥലത്തെ ഫീലിങ്ങിന് മറ്റൊരു സ്ഥലത്തേക്ക് നിങ്ങൾ നയിച്ചു കൊണ്ട് പോവുകയാണെങ്കിൽ യാതൊരു സംശയവും വേണ്ട, അതും കുറച്ചും കൂടെ മോശമാവും. വൈകുന്നേരം ആകുമ്പോഴേക്കും നിങ്ങൾ പറയുന്നത് ഒരു വേസ്റ്റ് ഡേ ആയിരുന്നു എന്ന് പറഞ്ഞു പോകും. അതുകൊണ്ട് വേസ്റ്റ് ഡേ വേണ്ട, നമുക്ക് ബെസ്റ്റ് ഡേ വേണം. ഏറ്റവും മോശമായ ദിവസങ്ങൾ വേണ്ട, നമുക്ക് ഏറ്റവും നല്ല ദിവസങ്ങൾ വേണം. ഏറ്റവും നല്ല ദിവസം എന്ന് വിചാരിച്ച് നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴാണ് ഈ പ്രകൃതിയും നമ്മുടെ കാർമിക് അക്കൗണ്ട്സും ചെയ്തു പോയ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിലും ഇന്ന് നല്ല ദിവസമാക്കും ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ട് മുന്നോട്ടിറങ്ങുമ്പോൾ അങ്ങനെ അങ്ങ് പോയാൽ പറ്റുമോ, എൻ്റെ അടുത്ത് കണക്ക് തീർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന സാഹചര്യം വരുമ്പോൾ വ്യക്തിയുടെ രൂപത്തിൽ വരാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാധനങ്ങൾ കേടായിക്കൊണ്ട് വരാം, വണ്ടി ഇല്ലാണ്ടായിട്ട് വരാം, തലവേദനയായിട്ട് വരാം, പനിയായിട്ട് വരാം, വാട്ട് എവർ ഇറ്റ് മേ ബി, ഏത് രൂപത്തിൽ വരുന്നെങ്കിലും മനസ്സിലാക്കുക ഇത് പൊടുത്ത സാധനം ഇങ്ങോട്ട് വരുന്നതാണ്, അഥവാ ഉള്ളിൽ നിന്ന് പോയ സാധനം കറങ്ങി വരുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് വേസ്റ്റായി പറഞ്ഞാൽ ഫുൾ സ്റ്റോപ്പ് ഇട്ടോ. ഈ രീതിയിൽ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തുക. ഓക്കെ, ഇനി ചിലർക്ക് തീരെ ഇതൊന്നും സഹിക്കുന്നില്ല. ഞാൻ പറയാറുണ്ട്, ഏതെങ്കിലും ബാത്റൂമിൽ കയറിയിട്ടേ 2 തുള്ളി ഉപ്പുവെള്ളം ഉണ്ടല്ലോ, കണ്ണുനീര് അങ്ങ് വീണോട്ടെ വാഷ് ബേസിനിൽ, ഒന്ന് കരഞ്ഞു നിൽക്കാനല്ല, ഒന്ന് കരഞ്ഞ് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് യെസ് എല്ലാം ഞാൻ കൊടുത്തു കഴിഞ്ഞു, ഫ്രീ ആയി,
അങ്ങനെയാണെങ്കിലും ഞാനോ പറയില്ല. അല്ല, ഇത് സ്ഥിരം ശീലമാക്കരുത്. എന്ത് കാര്യം വരുമ്പോഴും കരഞ്ഞു തീർക്കാമെന്ന് മാത്രമൊരു ശീലമായി കഴിഞ്ഞാൽ അതും നമ്മുടെ സ്വഭാവത്തിലേക്ക് മാറി നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതാവുകയും ചെയ്യും. അത്ര നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സമയം വന്ന് അങ്ങനെ ചെയ്ത് അടുത്ത സെക്കൻഡ് പോസ് ചെയ്യുക. നെക്സ്റ്റ് മൊമെൻറ്റിൽ ഞാൻ കരഞ്ഞിട്ടല്ല, ഞാൻ വേറെ ഏതെങ്കിലും രീതിയിൽ ജയിക്കുമെന്ന് ഉറപ്പിക്കുകയും വേണം കേട്ടോ. ഈ രീതിയിൽ നമ്മുടെ മനസ്സിലെ കൺട്രോളിങ് ഫീലിങ്സിന് നെഗറ്റീവായിട്ടുള്ള ഫീലിംഗ് വന്നാൽ, നെഗറ്റീവായ സിറ്റുവേഷൻ വന്നാൽ, നെഗറ്റീവായിട്ടുള്ള വേറെ ഏത് സാഹചര്യം വന്നാലും അതിനൊക്കെ ഫുൾ സ്റ്റോപ്പ് ഇടാൻ വേണ്ടി ഡേ മുഴുവൻ നമ്മൾ ശ്രദ്ധ വേണം. എങ്കിൽ നിങ്ങൾ നോക്കിയൊക്കെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും എന്നിട്ട് കർമ്മം ചെയ്യുന്ന സമയത്ത് എത്ര സമയം സാധിക്കുമോ അത്ര സമയം, ഏതൊക്കെ വിധത്തിൽ പറ്റുമോ അതൊക്കെ രീതിയിൽ. കാരണം ഭഗവാൻ നമ്മുടെ അടുത്ത് ഭഗവാൻ എന്ന് പറഞ്ഞാൽ മാറി നിൽക്കുന്ന ഒരാളായിട്ടൊന്നുമല്ല. ഈശ്വരൻ നമുക്ക് അച്ഛനുമാണ്, അമ്മയാണ്, സ്വാമിയാണ്, സഖാണ്, ബന്ധുവാണ്, എല്ലാതുമാണ്. ഒരു കൂട്ടുകാരനോട് സംസാരിക്കും പോലെ സംസാരിക്കണോ, സംസാരിച്ചോളൂ. ഒരു അച്ഛനെന്ന പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ ഉത്തരവാദിത്തം പറഞ്ഞേൽപ്പിക്കണോ, ഹീസ് റെഡി. ഒരു അമ്മയെപ്പോലെ മനസ്സിലെ മുഴുവൻ ഭാരം പറയണോ, അതിനും റെഡിയാണ്. നിങ്ങളുടെ ജീവിത പങ്കാളിയായിക്കൊണ്ട് കൈപിടിച്ച് നടക്കണോ, അതിനും റെഡിയാണ്. ഈശ്വരൻ എല്ലാ രൂപത്തിലും നമ്മുടെ കൂടെ ബന്ധം ചേർക്കാൻ തയ്യാറാണ്. അതുകൊണ്ടല്ലേ ഭഗവാന് ബഹുരൂപി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈശ്വരൻ്റെ കൈ പിടിച്ചുകൊണ്ട് നിങ്ങൾ വർക്ക് ചെയ്യുകയാണോ, നിങ്ങൾക്ക് എന്തൊക്കെ ഹാർഡായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളതുണ്ടോ അതൊക്കെ ഭഗവാനോട് പറയുക. ഞാൻ ഈ കാര്യം ചെയ്യുമ്പോൾ അതൊന്ന് ചെയ്തു തരണേ. നിങ്ങൾ വണ്ടി ഓടിക്കുകയാണെങ്കിൽ നമുക്ക് എൻ്റെ കൂടെ ഡ്രൈവറായിട്ട് ഇരുന്നു കൊണ്ട് ഈ വണ്ടീനെ പെർഫെക്റ്റായിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് കുലുക്കല്ലാണ്ട് ഓടിച്ചു കൊണ്ടുപോകണേ, എന്തും പറഞ്ഞോ, എല്ലാം ചെയ്യാൻ റെഡിയാണ് ഭഗവാൻ. നിങ്ങൾ പറയുന്നത് കേൾക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഭഗവാനെ കേൾപ്പിക്കാൻ വേണ്ടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഭഗവാനോട് സംസാരിക്കുക. മറ്റാരും കേൾക്കണ്ട. ആരും കേൾക്കല് പതുക്കെ പതുക്കെ പറഞ്ഞ് ഞാൻ എന്നോട് പറഞ്ഞതാന്ന് പറയരുത്. നമ്മൾ മനസ്സിൻ്റെ ഭാഷയിൽ ഭഗവാനോട് സംസാരിക്കുക. ഞാൻ കണ്ടിടത്തോളം ഞാൻ എന്നോട് പറയുന്നതാന്ന് എപ്പോഴാണ് പറയാമെന്നറിയോ, വേറൊരാളോട് ദേഷ്യം ഉണ്ടാവുകയും അത് ഉറക്കെ പറയാൻ പറ്റാണ്ടാവുമ്പോൾ എനിക്ക് ദേഷ്യമുണ്ട് എന്ന് പ്രകടിപ്പിക്കാൻ വേണം, പറയാൻ വേണം, എന്നാൽ അവർ കേൾക്കുകയും വേണ്ട, പറഞ്ഞാൽ ബുദ്ധിമുട്ടാവുകയും ചെയ്യുമ്പോഴാണ് ഈ തന്നെത്താൻ പറയലൊക്കെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് അതൊക്കെ നിർത്തി വെച്ചിട്ട് സ്വയം നമ്മുടെ ഉള്ളിൽ ഭഗവാനോട് സംസാരിക്കുക. ഹൃദയത്തിൻ്റെ ഭാഷയിൽ എന്ത് കാര്യം നടന്നാലും ഫുൾ സ്റ്റോപ്പ് ഇടുക, ഭഗവാനോട് സംസാരിക്കുക, ഈശ്വരനെ കൂട്ടാക്കുക. അങ്ങനെ ഒരു ദിവസം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാണെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ഭാരം ഉണ്ടാവില്ല. മനസ്സ് കാലിയായിരിക്കും. എന്നിട്ട് ഉറങ്ങും മുന്നേ ഭഗവാന് കത്തെഴുതി മനസ്സിനെ ശാന്തമാക്കി ഈശ്വരനോട് ഗുഡ് നൈറ്റ് പറഞ്ഞ ശേഷം ഇവിടെ നമുക്ക് നമ്മുടെ ഡ്രീമിനെ ആകർഷിക്കാനുള്ള ബെസ്റ്റ് ടൈമാണ്. ഈവൻ ഉറക്കം വരാൻ തുടങ്ങുമല്ലോ നമുക്ക്. അതായത് കിടന്ന് ഉറങ്ങാൻ വരുന്ന സമയം, അഥവാ ബെഡിലിരുന്ന് നല്ല ഉറക്കം വരുന്ന സമയം എന്ന് വെച്ചാൽ ഉറക്കം വരാതെ ബെഡിൽ പോയി ഇരുന്ന് കുറേ സമയം ഇരുന്നിരുന്ന് ഉറങ്ങുന്ന ശീലമാണെങ്കിൽ എന്തെങ്കിലും വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് മനസ്സിനെ ശാന്തമാക്കി കാര്യങ്ങളൊക്കെ എല്ലാ കാര്യത്തിനും ഭാരം ഒഴിവാക്കി കഴിഞ്ഞാൽ മനസ്സ് ശാന്തമായി ഉറങ്ങാൻ തയ്യാറാവും. കൈകാലും മുഖമൊക്കെ കഴുകിക്കൊണ്ട് ഈ കമ്പ്യൂട്ടറിന് മെസ്സേജ് കൊടുക്കുക, ഓക്കെ റെഡി ആയിരിക്കുന്നു, വർക്ക് ചെയ്ത ഡ്രസ്സൊക്കെ മാറ്റി നൈറ്റ് ഡ്രസ്സ് ഇട്ടു, ഇപ്പോൾ ഫ്രഷായി, എല്ലാം കഴിഞ്ഞു, ഭഗവാനെ ഓർമ്മിച്ചു. ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോഴും നിങ്ങൾ ബ്രെയിനിന് മെസ്സേജ് കൊടുക്കുകയാണ്, റെസ്റ്റ് ടൈമിന് പോവുകയാണ്, വർക്ക് നിർത്തിക്കോളൂ. അങ്ങനെ നിർത്തി ക്ലീൻ ആൻഡ് ക്ലിയർ ആയ ശേഷം നല്ല ഉറക്കം വരാൻ തുടങ്ങുന്ന സമയത്ത് നമ്മളോട് പറയുക, നമ്മുടെ ഉപബോധ മനസ്സിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തതായിട്ടുള്ള ആവശ്യം അതെന്താണെങ്കിലും നിങ്ങളുടെ ആവശ്യം എന്താണോ അത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത മെൻ്റൽ ഫിലിം എന്ന് പറയാം, അല്ലെങ്കിൽ മെൻ്റൽ മൂവി എന്ന് പറയാം, മനചിത്രം എന്ന് പറയാം, അഥവാ പെർട്ടിക്കുലർ ആയിട്ടുള്ളൊരു കാര്യം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെങ്കിൽ ലോങ് ആവരുത്, മാക്സിമം 30 to 60 സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ ഉൾക്കൊണ്ടതായിട്ടുള്ളൊരു കാര്യത്തിനെ കാണുക, അതിനെ ഫീൽ ചെയ്യുക, എന്നിട്ട് പറയുക നമ്മുടെ ഉപബോധ മനസ്സിനോട് അല്ലെങ്കിൽ ഭഗവാനോട്, നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തോട് നിങ്ങൾക്ക് ആരോട് സംസാരിക്കുമ്പോഴാണോ മോസ്റ്റ് കംഫർട്ട്. എനിക്കാണെങ്കിൽ ഞാൻ ഭഗവാനോട് സംസാരിക്കുമ്പോഴാണ് മോസ്റ്റ് കംഫർട്ട്. ചില ആളുകൾക്ക് യൂണിവേഴ്സിനോട് സംസാരിച്ചാൽ മാത്രമേ കംഫർട്ട് ആവുള്ളൂ, ചില ആളുകൾക്ക് അവനവനോട് സംസാരിച്ചാലേ കംഫർട്ട്. യുവർ ചോയ്സ്, എന്ത് വേണോ അത് നോക്കിക്കോളൂ. എന്നിട്ട് പറയുക, യു ക്യാൻ ഡു ഇറ്റ്. എനിക്ക് വേണ്ടി നിനക്ക് ചെയ്തു തരാൻ പറ്റും, എനിക്ക് ഉറപ്പാണ്, ഞാൻ അതുകൊണ്ട് നിന്നിൽ നിന്ന് അത് കിട്ടി എന്ന ആനന്ദത്തിലാണ് എന്ന് പറഞ്ഞേക്കണം. രണ്ടാമത്തെ വാചകം പറയേണ്ടത്, എനിക്ക് നിന്നിൽ പൂർണ്ണ വിശ്വാസമാണ്, ഞാൻ എന്നെ പൂർണ്ണമായി വിശ്വാസത്തോടെ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. വീണ്ടും ആ വിഷയം നമ്മൾ കാണണം. മൂന്നാമത്തേത്, എനിക്കിത് നടത്തി തന്നതിന് താങ്ക് യു, ഐ ലവ് യു എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി പറഞ്ഞ് വീണ്ടും ആ വിഷൻ കാണുക, ഉറങ്ങാം. ഇത്ര കാര്യം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ മനസ്സ് ആനന്ദത്തോടു കൂടി ആ വിഷനിൽ ഉറങ്ങാനായിട്ട് തുടങ്ങും. ഇടയ്ക്ക് വെച്ച് ഉണരുന്നൊരു ശീലമുണ്ടല്ലോ, അഥവാ
4 മണിക്കൂർ ഉറങ്ങാൻ കിടന്നു, 6 മണിക്കൂർ ഉറങ്ങാൻ കിടക്കുന്നു, നിങ്ങൾക്ക് ഉണരുന്ന ശീലമില്ല എങ്കിൽ അതിന് മെസ്സേജ് കൊടുക്കുക. 2 മണിക്കൂർ കഴിയുമ്പോൾ ഒന്ന് ഉണരണം കേട്ടോ എന്ന് മെസ്സേജ് കൊടുക്കുക. ഒരു ദിവസം കൊണ്ട് നിങ്ങൾ ഉണർന്നില്ല എങ്കിലും 2-3 ദിവസം റെഗുലറായിട്ട് ഉറങ്ങാൻ സമയത്ത് 2 മണിക്കൂർ കഴിഞ്ഞ് ഒന്ന് ഉണർന്ന ശേഷം വീണ്ടും ഉറങ്ങണം എന്ന് വിചാരിച്ചാണ് നിങ്ങൾ കിടക്കുന്നതെങ്കിൽ ഒരു സംശയവും വേണ്ട, ഉണരാൻ നിങ്ങൾക്ക് സാധിക്കും. ഉണരുന്ന സമയത്ത് വീണ്ടും ഒന്ന് ബെഡിൽ എഴുന്നേറ്റിരുന്നിട്ട് റിലാക്സ് ചെയ്തുകൊണ്ട് നമ്മുടെ നേരത്തെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഏത് തോട്ട് ക്രിയേറ്റ് ചെയ്തോ, ഏത് വിഷൻ കണ്ടോ, ഇൻ ദ സെയിം വേ വിഷൻ കാണുന്നു, എനിക്കറിയാം നിനക്കത് ചെയ്യാൻ പറ്റുമെന്ന്, എനിക്ക് തരുമെന്ന് താങ്ക് യു പറയുന്നു. അത് കഴിഞ്ഞ ശേഷം ഐ ട്രസ്റ്റ് യു എന്ന് പറയുന്നു. അവിടെ പൂർണ്ണ സമർപ്പണത്തോടുകൂടി താങ്ക് യു പറയുന്നു, വിഷൻ കാണുന്നു. അത് കഴിഞ്ഞ ശേഷം എനിക്ക് തന്നതിന് ഞാൻ താങ്ക് യു പറയുന്നു, വിഷൻ കാണുന്നു. അഗെയിൻ സ്ലീപ്പ്. അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ ഉണരുമ്പോൾ ആദ്യത്തിൽ വീണ്ടും ഉണർന്നുടനെ ഈ 3 സ്റ്റെപ്പിലൂടെ തന്നെ വീണ്ടും വിഷൻ ചെയ്യുക, വീണ്ടും കാണുക, വീണ്ടും നമ്മൾ ഫ്രഷ് ആയിക്കൊണ്ട് മെഡിറ്റേഷന് വേണ്ടി അന്നത്തെ ദിവസത്തെ കാര്യത്തിന് വേണ്ടി നോക്കുക. അപ്പോൾ ഉറങ്ങാൻ തുടങ്ങുന്ന ഉറക്കത്തിൻ്റെ ആദ്യഘട്ടവും ഉറക്കത്തിൻ്റെ ഇൻ ബിറ്റ്വീനുള്ളതായിട്ടുള്ള ടൈമും ഉണർന്ന ഉടനെ ഉറക്കത്തിൽ നിന്ന് പൂർണ്ണമായി ഉണരും മുന്നുള്ളതായിരിക്കുന്ന സമയവും ഈ 3 സമയത്ത് ഒരേപോലെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടു വരും. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ സാധിക്കട്ടെ. നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും സഫലമായ ജന്മം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.